نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും മുഴുവൻ ആളുകളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ആധുനിക നാഗരികത സൃഷ്ടിച്ച എണ്ണമറ്റ ദൂഷ്യങ്ങളിൽ ഒന്നാണ് ബന്ധങ്ങളിലെ ഇടർച്ചയും അകൽച്ചയുമൊക്കെ. ഇമ്പമാർന്ന ബന്ധങ്ങളുടെ വൈകാരികത ചോർന്നു പോവുകയും ബന്ധങ്ങളൊക്കെ കേവലം യാന്ത്രികമാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മുടെ വീടിന്റെ ചുറ്റിലും മാത്രമല്ല ഇന്ന് മതിലുകൾ ഉള്ളത്. മനുഷ്യ മനസ്സുകളിൽ വരെ കനത്ത ഭിത്തികളും മതിലുകളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പരസ്പരം സ്നേഹവും സൗഹാർദ്ദവും രക്തബന്ധങ്ങളും കുടുംബബന്ധങ്ങളും
അയൽപക്ക ബന്ധങ്ങളും സ്നേഹ സാന്ത്വനത്തിന്റെ തലോടലുകളൊക്കെ അന്യമായി കൊണ്ടിരിക്കുകയാണ്. മീഡിയകളും ചാനലുകളും ഓൺലൈനിലെ വ്യത്യസ്തമായ സംവിധാനങ്ങളൊക്കെ കൈയടക്കി വായിച്ചു തുടങ്ങിയതോടെ സ്നേഹബന്ധം കൈമാറാൻ സമയം കിട്ടാത്ത അവസ്ഥയിലേക്ക് ഇന്ന് ലോകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസിയുടെ പേര് പോലും അറിയാത്ത ഒരു അവസ്ഥയിലേക്കാണിന്ന് നമ്മുടെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ, മക്കൾ, കുടുംബാംഗങ്ങൾ കഴിഞ്ഞാൽ ഏറെ പ്രാധാന്യമുള്ള ബന്ധമാണ് അയൽപക്ക ബന്ധമെന്ന് പലരും ഇന്ന് മറന്നുപോവുകയാണ്. സാമൂഹികമായ ജീവിതത്തിൽ പാലിക്കേണ്ട ധാർമ്മികമായ നിഷ്ഠയും മതചിട്ടയും സനാതന തത്വങ്ങളും സദാചാര മൂല്യങ്ങളും പഠിപ്പിക്കുന്ന ഇസ്ലാം വളരെയേറെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിക്കുന്ന ഒന്നാണ് അയൽപക്ക ബന്ധം എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ബന്ധത്തിന്റെ പ്രാധാന്യത്തെ പഠിപ്പിക്കുന്നു. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീനി വൽ ജാരി ദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബി വസ്വാഹിബി ബിൽ ജംബ് وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا وعبدوا الله ولا تشركوا به شيئا. നിങ്ങൾ അല്ലാഹുവെ ആരാധിക്കുകയും അവനോട് യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുകയും വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നല്ല നിലയിൽ നിങ്ങൾ വർത്തിക്കുകയും ചെയ്യണം. അതോടൊപ്പം വബിദിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ, ബന്ധുക്കളോടും അനാഥകളോടും പാപങ്ങളോടും. എന്നിട്ട് ഖുർആൻ പറയാണ് വൽ ജാരി ദിൽ ഖുർബാ വൽ ജാരിൽ ജുനുബി വസ്വാഹിബി ബിൽ ജംബ്, കുടുംബ ബന്ധമുള്ള അയൽക്കാരോടും അന്യരായ അയൽക്കാരോടും സഹവാസിയോടും വഴിപോക്കനോടും അതേപോലെ നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമയോടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല നിലയിൽ നിങ്ങൾ വർത്തിക്കണം എന്നാണ് ഇസ്ലാം പ്രിയമുള്ളവരെ പഠിപ്പിക്കുന്നത്. ഇവിടെ നോക്കി, ഈ ആയത്തില് അയൽപക്ക ബന്ധവുമായി ബന്ധപ്പെടുത്തി രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് പറഞ്ഞു നിങ്ങളുടെ കുടുംബ ബന്ധമുള്ള അയൽക്കാർ എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് അന്യരായിട്ടുള്ള അയൽക്കാര്. അതിൽ നിന്ന് ഈ ഒരു ബന്ധത്തിന്റെ പ്രാധാന്യം പ്രിയമുള്ളവരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊക്കെ അയൽപക്ക ബന്ധം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയ എന്താ നിങ്ങള്? നമ്മുടെ വീടിന്റെ തൊട്ട് മുമ്പിൽ താമസിക്കുന്ന ഒരാളും ബാക്കിലുള്ള ഒരാളും രണ്ട് സൈഡിലുള്ള ആളുകളാണ് നമ്മുടെ അയൽവാസി എന്നാണ് നമ്മളൊക്കെ ധാരണ. ഇസ്ലാം പഠിപ്പിച്ച് എങ്ങനെ അറിയും? പണ്ഡിതന്മാർ വിശദീകരിച്ച് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള 40 വീട് എന്നാണ്. അത് നമ്മുടെ അയൽപക്ക ബന്ധത്തിൽ പെട്ടു. അത്രയും പ്രാധാന്യമുള്ളൊരു ബന്ധമാണ്. കാരണം പ്രിയമുള്ളവരെ, മുറിഞ്ഞു പോകാത്തൊരു ബന്ധം. കുടുംബ ബന്ധം എന്ന് പറഞ്ഞാല് അവർ പല ദിക്കുകളിലായിരിക്കും ഉണ്ടാവുക, പല നാടുകളിലായിരിക്കും അവരുണ്ടാകുക. ഒരു ഓണോ അല്ലെങ്കിൽ ഒരു സൽക്കാരോ ഒരു കല്യാണോ സ്കൂളിലൊരു വെക്കേഷനെ വരുമ്പോ എന്ത് ചെയ്യും? അവര് നമ്മുടെ വീട്ടിലേക്ക് അവര് വരും, ഒന്ന് കൂടും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തുറക്കണതിന്റെ തലേ ദിവസം അവള് തിരിച്ചു പോവുകയും ചെയ്യും. എന്നെന്നും കാണുന്നതും പുതുക്കുന്നതും സ്നേഹോപഹാരങ്ങൾ പങ്കുവെക്കുന്നതും ഏത് ബന്ധത്തിലാണ്? അയൽപക്ക ബന്ധത്തിലാണ്. കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും രോഗസന്ദർഭത്തിലും നമ്മുടെ അരികിലേക്ക് കുടുംബങ്ങൾ ഓടിയെത്തുന്നതിന്റെ മുമ്പ് ആദ്യമായിട്ട് ഓടിയെത്താരാ? ഈ അയൽവാസികളായിരിക്കും. സുബ്ഹാനല്ലാഹ്. നാവ് കൊണ്ട് പ്രിയമുള്ളവരെ പറഞ്ഞാൽ തീരാത്ത അത്രയും വലിയ ബന്ധമാണ്, നിഅമത്താണ് പടച്ച റബ്ബ് ആ ഒരു ബന്ധത്തിലൂടെ പ്രിയമുള്ളവരെ നമുക്ക് നൽകിയിട്ടുള്ളത്. ചരിത്ര പ്രസിദ്ധമായ ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗത്തിന് പോലും
അയൽവാസിയുടെ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയാണ്, സമീഅതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ അലാ നാഖതിഹി അൽ ജദ്ആ ഫീ ഹജ്ജത്തുൽ വദാ. ചെവി മുറിക്കപ്പെട്ട ഒരു ഒട്ടകത്തിന്റെ പുറത്തിരുന്നുകൊണ്ട് ഹജ്ജത്തുൽ വദാഇൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം വിളിച്ചു പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. ഊസീകും ബിൽ ജാർ, ഊസീകും ബിൽ ജാർ, നിങ്ങൾ അയൽവാസിയുടെ കാര്യത്തിൽ ഞാനിതാ നിങ്ങളെ ഗുണദോഷിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇന്നഹു യൂരിസുഹു. അവിടുന്ന് പ്രവാചകൻ ഈ വാക്ക് എന്ത് ചെയ്തു പറയും, അനേകം തവണ ഇങ്ങനെ പ്രവാചകൻ ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് അയൽവാസിയുമായി ബന്ധപ്പെട്ട വിഷയത്തില്. സ്വഹാബി പറയാണ്, അന്നേരം ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞുപോയി എന്തറിയോ, സയൂരിസുഹു, അനന്തരാവകാശം കൊടുക്കാൻ പ്രവാചകൻ കൽപ്പിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു. ഇനി പ്രവാചകൻ പറയാൻ പോണ എന്താണ്, അനന്തരാവകാശം നിന്റെ അയൽവാസിക്ക് കൊടുക്കണമെന്ന് പ്രവാചകൻ പറയും നിന്റെ മനസ്സിൽ തോന്നി. അത്രമാത്രം ആ ബന്ധത്തിന്റെ പ്രാധാന്യം പ്രവാചകൻ പഠിപ്പിക്കാൻ. ഇത് സ്വഹാബിക്ക് മാത്രല്ല, വഹിയുമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്ന സമയത്ത് പ്രവാചകന്റെ മനസ്സിലും തോന്നിയിട്ടുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ സാല ജിബ്രീൽ യൂസീനി ബിൽ ജാർ. അയൽവാസിയുടെ കാര്യത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രവാചകൻ പറയാണ്, ഹത്താ വനൻതു അന്നഹു സയൂരിസുഹു, അയൽവാസിക്ക് അനന്തരാവകാശം കൊടുക്കാൻ ജിബ്രീൽ പറയുമോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അതിന് മാത്രം എനിക്ക് അതിന്റെ പ്രാധാന്യത്തെ ജിബ്രീൽ എനിക്ക് വിശദീകരിച്ചു. സുബ്ഹാനല്ലാഹ്. അത്രമാത്രം ദൃഢമായിരിക്കേണ്ട ഒരു ബന്ധം പ്രിയമുള്ളവരെ ഇന്ന് കാലഘട്ടത്തിന്റെ മീഡിയകളുടെ അരങ്ങുവായല് ആധുനിക കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, ഈ ബന്ധങ്ങൾ ഇന്ന് ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. ആരാണ് അയൽവാസി എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയിലേക്കാണ്. ആരാണ് അയൽവാസി എന്നും എന്തിനാണ് അയൽവാസി എന്നും അറിയാത്തൊരവസ്ഥയിലാണ് ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിലെ മക്കള് വളർന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത അയൽക്കാരന്റെ പേര് പോലും അറിയാത്ത അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല ബന്ധം പ്രിയമുള്ളവരെ അതിലൂടെ എന്നും ജീവിതത്തിൽ നന്മ ഉണ്ടാക്കുള്ളൂ. ഖൈറുൽ ജീറാനി ഇൻദല്ലാഹി ഖൈറുഹും ലിജാരിഹി എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അല്ലാഹുവിങ്കൽ അയൽക്കാരിൽ ഏറ്റവും ഉത്തമനാരാന്നറിയോ, തന്റെ അയൽക്കാരന് നന്മ ചെയ്യുന്ന ഒരാള്. ഇത് പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അയൽപക്ക ബന്ധത്തിന്റെ പ്രാധാന്യവും ഗൗരവവും നമ്മുടെ കുടുംബത്തിന് നാം പഠിപ്പിക്കണം. അയൽവാസി നൽകുന്ന ഏതൊരു വസ്തു ആയിക്കോട്ടെ, എത്ര ചെറുതായിക്കോട്ടെ, അത് വലുതാണ് എന്നൊരു മനസ്സ് നമുക്കും നമ്മുടെ കുടുംബത്തിനുണ്ടാവണം. ആ നിലയ്ക്ക് അവരോട് പ്രതികരിക്കാനും പ്രസന്ന മുഖത്തോടു കൂടി കാണാനും നമ്മുടെ ഭാര്യമാരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ബന്ധങ്ങൾ നന്നാക്കാനും മുറിഞ്ഞുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാനും, രോഗിയായാൽ സന്ദർശിക്കാനും, കടം ചോദിച്ചാൽ കൊടുക്കാനും, സ്വതക്കകൾ നൽകാനും, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ സമാധാനിപ്പിക്കാനും, മരിച്ചാല് അന്ത്യകർമ്മങ്ങൾ നടത്താനും, നന്മകൾ കൈവരുമ്പോ പ്രശംസിക്കാനും, തിന്മകൾ അഥവാ പ്രയാസങ്ങൾ വരുമ്പോ അവിടെ സമാധാനിപ്പിക്കാനൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് സാധിക്കണം. സ്വന്തം കുടുംബം പ്രിയമുള്ളവരെ എന്നെങ്കിലൊക്കെ ഒരു അവധി ദിവസം അതിഥിയായി വരുമ്പോ എന്നും നമ്മുടെ മുമ്പിലുള്ളത്, എന്നും നമ്മുടെ മനസ്സിലുള്ളത് ആരാണ്? നമ്മുടെ അയൽക്കാരായിരിക്കും. ഒരു നല്ല ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നമ്മൾ ആ അയൽക്കാരനെ പരിഗണിക്കണം. ചില കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് വന്നിട്ട് അയലോക്കത്തെ വീട്ടിൽ നിന്നല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ അങ്ങോട്ട് പോയിട്ട് പറയുന്നത്, എടാ എന്റെ വീട്ടിൽ നിന്ന് മന്തിയാണ്, എന്റെ വീട്ടിലില്ലല്ലോ എന്ന്, എന്റെ വീട്ടിൽ നിന്നില്ലല്ലോ, എന്റെ വീട്ടിൽ നിന്ന് മന്തിയാണ്. അങ്ങനെയല്ല പഠിപ്പിക്കേണ്ടത്. എന്റെ വീട്ടിൽ നിന്ന് മന്തിയാണ്, അതുകൊണ്ട് ഇന്ന് എന്റെ വീട്ടിലേക്ക് ഈ വരണം എന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കാണ് വേണ്ടത്. പരസ്പരം പൊങ്ങച്ചം പറയുന്ന
അവസ്ഥയിലേക്കല്ല നമ്മുടെ മക്കളെ നമ്മൾ മാറ്റേണ്ടത്. അതിന്റെ പ്രാധാന്യത്തെ പഠിപ്പിച്ചു കൊടുക്കണം. തന്റെ അയലക്കാരൻ ഏതു മതക്കാരനാവട്ടെ, അവൻ പട്ടിണി കിടക്കുമ്പോ വിശന്നിരിക്കെ വയറു നിറയെ ഭക്ഷിക്കുന്നവൻ മുസ്ലിമല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും. ഈ ഒരു സ്നേഹവും ഈ ഒരു സൗഹാർദ്ദവും സഹാനുഭൂതിയും നമ്മിലുണ്ടോന്ന് നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് കൃത്യമായിട്ട് പരിശോധിക്കാം. ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ ഉണ്ടാക്കിയെടുക്കണം. സ്ത്രീകളാണ് പലപ്പോഴും ഇക്കാര്യത്തിലെ മോശമായ നിലപാട് സ്വീകരിക്കാറ്. അതുകൊണ്ടാവാം സ്ത്രീകളെ അഭിസംബോധനം ചെയ്യുന്നിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, യാ നിസാഉൽ മുസ്ലിമാത്ത് ലാ തഹ്കിറന്ന ജാറത്തുൻ ലിജാറതിഹാ വലൗ ഫിർസൈനി ഷാത്തിൻ. മുസ്ലിം വനിതകളെ, ഒരു അയൽവാസിനിയും തന്റെ അയൽവാസിനിയെ നിസ്സാരമാക്കാൻ പാടില്ല. ലാ തഹ്കിറന്ന എന്താ? നിങ്ങൾ നിസ്സാരമായിട്ട് കാണണ്ട, നിസ്സാരമായിട്ട് കാണണ്ട. ആരെ? തന്റെ അയൽവാസിയെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണണ്ടെന്നാണ് ഇവിടെ പറഞ്ഞ. വലൗ ഫിർസൈനി ഷാത്തിൻ, ഒരാടിന്റെ കുളമ്പാണ് നിങ്ങളെ വീട്ടിലുള്ളതെങ്കിലും എന്ത് ചെയ്യണം? നീ ഭക്ഷണം ഉണ്ടാക്കുമ്പോ അതിൽ അല്പം വെള്ളം ചേർത്തിട്ടാണെങ്കിലും ശരി, അല്ല, നിന്റെ അയൽവാസിയെ നീ പരിഗണിക്കണം എന്നാണ് പ്രിയമുള്ളവർ ഇസ്ലാം ഈ വിഷയത്തിൽ പഠിപ്പിക്കുക. അല്ലേ? എത്ര അർത്ഥവത്തായ ഉപദേശം നോക്കിങ്ങൾ, എത്ര മഹത്തായ ഒരു ഉപദേശമാണല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് നൽകിയത്. ലോകത്തെ മറ്റേതൊരു മതത്തിനാണ്, അല്ലെ, മറ്റേതൊരു മതത്തിനാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ പറയാൻ പറ്റുക? പക്ഷെ മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ പോലും ഇന്ന് അയൽദോഷിയും അയൽദ്രോഹിയുമാകുന്ന കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി തർക്കാണ്, പരസ്പരം തെറിവിളികളാണ്, അലോക്യങ്ങളാണ്, മിണ്ടാതൊക്കെയാണ്. അയൽവാസിയെ കുറിച്ച് ഏഷണയും പഴദൂഷണാണ്. അല്ലെ, അവന്റെ റോഡ് ബ്ലോക്കാക്കാണ്, അവന്റെ കല്യാണം മുടക്കാണ്, വൃത്തികേടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു നീക്കാണ്. വലിയ വലിയ മതിൽ കെട്ടുകള് ചുറ്റും കെട്ടി, അതോടൊപ്പം മനസ്സിലും കെട്ടി. വീടിന്റെ ചുറ്റിലും മാത്രമല്ല മതില്, മനുഷ്യന്റെ മനസ്സിൽ വരെ വലിയ വലിയ മതിലുകൾ കെട്ടിപ്പണിതൊക്കെയാണ്. ബന്ധവിച്ഛേദം, ഒരു ചാണ് മണ്ണിനും ഒരു വളർത്തുമൃഗത്തിനും, കോഴികൾ തന്റെ പറമ്പിൽ പ്രവേശിച്ചതിനും ആട് തന്റെ വീട്ടിലേക്ക് വന്നതിനൊക്കെ മാസങ്ങളോളം വയക്കും വക്കാണവും പിണക്കവുമായി നടക്കുന്ന ആളുകളുണ്ട്. ലാ യദ്ഖുലുൽ ജന്ന എന്നാണ്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂല, സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂല. മൻ ലാ യുഅ്മിനു ജാറുഹു ബവാഇകഹു, തന്റെ ഉപദ്രവത്തിൽ നിന്ന് അയൽവാസി നിർഭയനാകുന്നത് വരെ സ്വർഗത്തിൽ പോകുന്നു വിചാരിക്കേണ്ടെന്നാണ്. നെറ്റിത്തളത്തിൽ നിസ്കാരത്തിന്റെ തയമ്പുണ്ടിൽ സ്വർഗത്ത് പോകുന്നില്ല. തന്റെ അയൽവാസി തന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് വരെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു വിചാരിക്കേണ്ടെന്നാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അന്ത്യനാളിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫലാ യുഅ്ദി ജാറുഹു, തന്റെ അയൽവാസിയെ അവൻ ദ്രോഹിക്കാതിരിക്കട്ടെ എന്നാണ്. പ്രിയമുള്ളവർ, എത്ര വലിയ ഉപദേശങ്ങളാണ്. പക്ഷേ ഇന്ന് 10ഉം 17ഉം വയസ്സു മാത്രം പ്രായമുള്ള കുട്ടികള് അയൽവാസിയായ സഹോദരിമാരെ ലൈംഗികമായി കൊണ്ട് ചൂഷണം ചെയ്യുന്ന വാർത്തകൾ പ്രിയമുള്ളവർ നമ്മൾ ഈ അടുത്ത് ഏറെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, സ്വന്തം അയൽവാസിയാൽ പീഡിപ്പിക്കപ്പെടുക, വീട്ടുകാര് പോലും അറിയാതെ തന്റെ വീട്ടിൽ സ്വന്തമായി യൂട്യൂബ് നോക്കി പ്രസവിച്ചു കേരളത്തിൽ. കാരണക്കാരനെ ആലോചിച്ചപ്പോ 17 വയസ്സുള്ള അയൽവാസിയായ ഒരു ആൺകുട്ടി, 17 വയസ്സുള്ള അയൽവാസിയായ ഒരു ആൺകുട്ടി. കാലഘട്ടം പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിന് സമ്മാനിച്ചത് ഇത്തരം തെറ്റായ ചിന്തകളും സ്വഭാവങ്ങളും ആണെങ്കിൽ ആരാണ് അതിന്റെ ഉത്തരവാദി എന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കുക. നാളെ നമ്മുടെ മക്കളെ കുറിച്ച് ഇത്തരം ഒരു വാർത്ത വരില്ലെന്ന് എന്തുറപ്പുള്ളത്? അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആ ഒരു ബന്ധത്തിന്റെ പ്രാധാന്യം കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി ആ കടമകൾ കൃത്യമായി നിർവഹിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസിക്കും സാനിയ ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ബന്ധനങ്ങളായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമുള്ളത്. എത്രത്തോളം എന്ന് വെച്ചാല് അയൽവീട്ടില് ഒരു അത്യാഹിതമോ ഒരു മരണമോ ഒരു കൊലപാതകം നടന്നാൽ പോലും അറിയാത്തൊരു അകൽച്ചയിലേക്ക് ഇന്ന് ലോകം മാറി. ഇന്ന് ഞാൻ വെറുതെ പറയല്ല, അല്ലേ? ഒരു കൊലപാതകം തൊട്ടടുത്ത വീട്ടിൽ നടന്നിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടാണ് അയൽവാസി പോലും അറിയുന്നത്. അപ്പൊ തൊട്ടടുത്ത വീട്ടിൽ ഒരു അയൽവാസിയെ കാണാതെ, അതും കിലോമീറ്ററുകളൊന്നുമല്ല, വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസി കൊല്ലപ്പെട്ടിട്ട് പോലും അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞാൽ തന്നെ എന്താ? അറിഞ്ഞാൽ തന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്നുള്ളൊരു ഭാവമാണ് ആളുകൾക്ക്. ആധുനിക സമൂഹം വിദ്യാഭ്യാസപരമായി ഏറെ ഉയർന്നപ്പം എന്ത് ചെയ്തു? ഞങ്ങൾ ബന്ധങ്ങൾ ഉണ്ടാക്കാനല്ല ശ്രമിക്കുന്നത്, ബന്ധങ്ങൾ എങ്ങനെങ്കിലും ഒഴിവാക്കാനുള്ള മാർഗമാണ് എന്ത് ഇന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലേ മുസ്ലിം അയൽക്കാർ, അല്ലെ, മുസ്ലിങ്ങള് അയൽക്കാരനാകാൻ ആളുകൾ ഇഷ്ടപ്പെടാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ്. ഒരു മുസ്ലിം അയൽവാസിയെ കിട്ടാൻ വേണ്ടി മത്സരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. എന്റെ അയൽവാസി ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, വെറുതെ പറയല്ല. ഇപ്പോ പണ്ഡിതനായ ഇബ്നു മുബാറക്കിന്റെ അയൽവാസി ആരാ? ഇസ്ലാമിന്റെ അന്നത്തെയും ഇന്നത്തെയും ശത്രുവായ ഒരു ജൂതനായിരുന്നു. അയൽവാസി എന്ന നിലയില് ഇബ്നു മുബാറക്ക് അയാളെ അത്യധികം ചെയ്തു സ്നേഹിച്ചിട്ടുണ്ട്. ഇത് അയൽവാസി എന്നുള്ള പരിഗണനയില് ഭക്ഷണം തയ്യാറായാല് ആദ്യം അയാളെ വീട്ടിലെത്തിക്കും, എന്നിട്ട് ഇബ്നു മുബാറക്കും അദ്ദേഹത്തിന്റെ കുടുംബവും ഭക്ഷണം കഴിക്കാറുള്ളൂ. അദ്ദേഹം ആ ജൂതനായ ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഞങ്ങൾ തന്റെ വീട് വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. സാമ്പത്തികമായ പ്രയാസം വന്നപ്പോ തന്റെ വീട് വിൽക്കാൻ വേണ്ടി, അല്ലെ, അത് വാങ്ങാൻ വേണ്ടി ഒരാൾ വന്നു. വില പറഞ്ഞപ്പോ പറഞ്ഞു, അല്ലെ, 2000 ദിർഹം പറഞ്ഞു. അപ്പൊ അയാൾ ചോദിക്കാണ്, ഈ ചെറിയ വീടിന് 2000 ദിർഹം എന്ന് ചോദിക്കാണ്. ഈ ഒരു ചെറിയ വീടിന് 2000 ദിർഹം, അതിന്റെ 1/3 പോലും ഈ വീടിന് തരാൻ പറ്റൂലായിരുന്നു. ആ ജൂതനായ അയൽവാസി അതിന് കൊടുത്ത മറുപടി എന്തറിയോ? ഞാൻ ഈ വീടിനിട്ട വില എന്റെ വീടിന്റെ ചുരുക്കൻ്റെ ഇട്ട വില ഒന്നുമല്ല, എന്റെ അയൽവാസിക്ക് കൂടിയിട്ട വിലയാണ്. എന്റെ അയൽവാസിയായ ഇബ്നു മുബാറക്കിന് കൂടി, അല്ലെ, അങ്ങനെ ഇട്ടൊരു വിലയാണ് എന്ത് ഞാൻ എന്റെ വീടിന് പറഞ്ഞത്. കാരണം എന്റെ സ്വസ്ഥമായ ജീവിതത്തിന്, സ്വൈരവിഹാരത്തിന്, അല്ലെ, എനിക്ക് ഏറ്റവും അത്രയധികം ഇഷ്ടപ്പെട്ട ഒരു അയൽവാസിയാണ് ആര്? ഈ ഇബ്നു മുബാറക്ക്. ആ ജൂതൻ വിശദീകരിക്കുകയാണ്, സഹോദരങ്ങളെ, അല്ലെ, ഈ ഒരു ദറജയിലേക്ക് എന്നെ കൊണ്ടും, അല്ലെ, നിങ്ങളെ കൊണ്ടും എത്താൻ പറ്റും നമ്മൾ ആലോചിക്കാം. വീട്, പ്രിയമുള്ളവരെ, വലിയ കൊട്ടാരായിട്ടൊന്നും കാര്യമില്ല. തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാള്, അയാള് അയൽദ്രോഹിയായിട്ടുള്ള ആളാണെങ്കിൽ ആ വീട് എത്ര സൗകര്യങ്ങൾ ഉണ്ടായാലും അവിടെ താമസിക്കാനുള്ള സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കണം. നമ്മൾ നമ്മുടെ അയൽവാസിക്ക് എത്രത്തോളം പരിഗണന കൊടുക്കുന്നുണ്ട്, അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം എത്ര ഉണ്ടെന്നുള്ളത് നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് ആലോചിക്കണം. അല്ലെ, പണവും പ്രതാപവും വിദ്യാഭ്യാസവും നെറ്റിത്തടത്തിലെ സുജൂദിന്റെ പാടുകളും ഉണ്ടായി നിർത്തിയാണ്ട് ഒരു നല്ല അയൽക്കാരനാവൂല. അവന്റെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി തന്നെ പോലെ തന്റെ അയൽക്കാരനെയും കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഒരു നല്ല അയൽക്കാരനായി നമുക്ക് മാറാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്, അല്ലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽപ്പെട്ട സൗഭാഗ്യമാണ് എന്ത്? മൻ സആദത്തുൽ മർഇൽ മുസ്ലിം ഫിദ്ദുനിയ അൽ ജാരിസ് സ്വാലിഹ് വൽ മൻസിലുൽ വാസിഅ് വൽ മർകബുൽ ഹനീ. ഒരു മുസ്ലിമിന്റെ ഇഹലോക ജീവിതത്തിലെ, ദുനിയാവിലെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളിൽ പെട്ടതാണ് എന്താ പറയുക? ഒന്ന്
അൽ ജാറു സ്വാലിഹ്, നല്ലൊരു അയൽക്കാരൻ ഉണ്ടാകുക എന്നുള്ളത്. അതേപോലെ വൽ മൻസിലുൽ വാസി, വിശാലമായൊരു വീട്, താമസിക്കാനൊക്കെ സൗകര്യമുള്ള, അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വീട്. മൂന്നാമത് പറഞ്ഞത് ശാന്തമായൊരു വാഹനം. വലിയ വാഹനമൊന്നും വേണ്ട, അവന്റെ കുടുംബത്തിനും സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വാഹനം. ഇതുണ്ടായാല് ഒരു മനുഷ്യന്റെ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. വളരെയധികം നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്തൊരു സ്ത്രീ പ്രവാചകന്റെ അടുത്ത് അതിനെക്കുറിച്ച് ചോദിച്ചു വരികയാണ്. പക്ഷെ ആ സ്ത്രീ നിസ്കരിക്കും, നോമ്പെടുക്കും, എല്ലാ ഇബാദത്തുകളും സജീവമാണ്. പക്ഷെ അയൽവാസിയെ വല്ലാതെ ആ പെണ്ണ് ദ്രോഹിക്കുന്നുണ്ട്. ആ പെണ്ണിന്റെ വിഷയത്തിൽ പ്രവാചകനോട് വന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറയണെന്ത്? ഹിയ ഫിന്നാർ, അവള് നരകത്തിലാണ്. അതേപോലെ നേരെ തിരിച്ചുണ്ടായി. നിർബന്ധമായ കാര്യങ്ങളിലൊക്കെ കണിശത ഉണ്ട്, പക്ഷെ സുന്നത്തായ കാര്യങ്ങൾ അത്ര കണിശതൊന്നുമില്ല. സുന്നത്ത് നിസ്കാരത്തിലും സുന്നത്ത് നോമ്പിന്റെ വിഷയത്തിലും അങ്ങനത്തെ വിഷയങ്ങൾ അത്ര കണിശതല്ലാത്ത ഒരാള്. പക്ഷെ അയാൾ അയൽവാസിയുമായി നല്ല ബന്ധമാണ്. ആ മനുഷ്യനെ കുറിച്ച് ചോദിച്ച പ്രവാചകൻ പറഞ്ഞു ഹിയ ഫിൽ ജന്ന. ആ പെണ്ണെന്താണ്? അവൾ സ്വർഗത്തിലാണ്. അപ്പൊ ആ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ ഒരു സംഭവത്തിൽ നിന്നൊരു ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്രത്തോളം ശുഫഅത്തിന്റെ അവകാശം വരെ പ്രവാചകൻ കൊടുത്തു. എന്താ ശുഫഅത്ത്? തന്റെ സ്ഥലമോ പറമ്പൊക്കെ വിൽക്കുകയാണെങ്കിൽ ആരോട് ചോദിക്കണം? തന്റെ അയൽവാസി അറിയാതെ കൊടുക്കാൻ പാടില്ലെന്ന്. തന്റെ സ്ഥലമോ പറമ്പോ ഒരു ഷോപ്പോ എന്തായിക്കോട്ടെ, അതുണ്ടെങ്കിൽ അത് താൻ വിൽക്കുകയാണെങ്കിൽ ആരറിയണം? തന്റെ അയൽവാസിയോട് എന്ത് ചെയ്യണം? ചോദിക്കണം എന്ന്. ആ ഒരു അവകാശം പോലും പ്രവാചകൻ കൊടുത്തു. അതിന്റെ പ്രാധാന്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കി ഇടപെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് അയൽവക്കവുമായി നല്ലൊരു ബന്ധം പുലർത്തുന്ന, എല്ലാ ബന്ധങ്ങളും നല്ല രൂപത്തിൽ നിലനിർത്തുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്ന എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഅഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമുക്കറിയാം, കേരളത്തിലുണ്ടായ വലിയൊരു ദുരന്തം, അള്ളാഹു അത്തരം പ്രയാസങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അവരുടെ രോഗം ശിഫയായി കൊടുക്കുമാറാകട്ടെ. എല്ലാ മാരകമായ രോഗത്തിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിമായതിന്റെ പേരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, അള്ളാഹു അവർക്ക് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. കച്ചവടത്തിൽ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. ബിസിനസ്സൊക്കെ തകർന്ന് പ്രയാസപ്പെട്ട ഒരുപാട് ആളുകൾ, അള്ളാഹു അവരുടെ കച്ചവടത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടങ്ങളൊക്കെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نعوذ بك من غلبة الدين وغلبة العدو وشماتة الأعداء. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.